ഓക്കെ, പറയാണ്. ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഫൈവ് പ്രിൻസിപ്പിൾസ് ആണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 14 പ്രിൻസിപ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹെൻറി ഫയോൾ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹെൻറി ഫയോളിനെയാണ്. മേഡ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ തിയറി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് രംഗത്തേക്ക് കുറേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഫയോൾ സജസ്റ്റഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോർ റണ്ണിങ് ദ ബിസിനസ് എഫിഷ്യൻ്റ്ലി. ഒരു ബിസിനസ് എഫിഷ്യൻ്റായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 14 പ്രിൻസിപ്പിൾസ് ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നത്. നമ്പർ 1, ഡിവിഷൻ ഓഫ് വർക്കാണ്. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് സബ്ഡിവൈഡിങ് എ വർക്ക് ആൻഡ് അലോക്കേറ്റിംഗ് ഡിഫറെൻറ്റ് ടാസ്ക് ടു ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുക സബ്ഡിവൈഡിങ് എ വർക്കാണ് ആൻഡ് അലോക്കേറ്റിംഗ് ഡിഫറെൻറ്റ് ടാസ്ക് ടു ഡിഫറെൻറ്റ് പേഴ്സൺ. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ടാസ്കുകൾ കൊടുക്കാനാണ് പറയുന്നത്. ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ അവർക്ക് നിർവഹിച്ച് നൽകണം, വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ നൽകണം എന്നാണ് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ വിച്ച് ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് വർക്ക് ആൻഡ് ടു അവോയ്ഡ് എ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എഫർട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും സ്പെഷ്യലൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന വഴി ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ എംപ്ലോയീസ് സ്പെഷ്യലൈസ് ചെയ്യുകയും ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരായി മാറുകയും നമുക്ക് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും കഴിയും. അങ്ങനെ വേസ്റ്റേജ് ഓഫ് വർക്ക് ടൈമും നമുക്ക് ഇവരെ നന്നായിട്ട് എഫേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഇവരെ യൂസ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് പറയുന്നത്. ബെനിഫിറ്റ്സ് അതാണ് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ, നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങളിത് അക്കൗണ്ട്സ് നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് നോക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യും. അക്കൗണ്ട്സ് രംഗത്തിരിക്കുന്ന ആൾക്കാർ ആ ഒരു മേഖല മാത്രം നോക്കാൻ പറയുമ്പോൾ അവർ അക്കൗണ്ട്സ് രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസേഷൻ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ഔട്ട്പുട്ട് നമുക്ക് വരുന്ന കിട്ടും. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന വഴിയുള്ള ബെനിഫിറ്റ്സ്. രണ്ടാമത്തേന്ന് വെച്ചാൽ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അധികാരവും ഉത്തരവാദിത്വമാണ്. അതോറിറ്റി മീൻസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഗീവ് ഓർഡർ ടു ദ സബോർഡിനേറ്റ് ആൻഡ് ടു ടേക്ക് ഡിസിഷനാണ്. അപ്പോൾ അതോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഗീവ് ഓർഡർ ടു സബോർഡിനേറ്റ്. തൻ്റെ കൂടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓർഡർ കൊടുക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി മീൻസ് ചെയ്യുന്ന റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു ഗീവ് ഓർഡർ ടു സബോർഡിനേറ്റ് ആൻഡ് ടു ടേക്ക് ഡിസിഷനാണ്. സബോർഡിനേറ്റിന് ഓർഡേഴ്സ് കൊടുക്കുവാനും അതിനനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാനും കഴിയും. അതാണ് അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരാളെടുത്ത് അതിൻ്റെ ഒരു ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും, സബോർഡിനേഷനെ കൊണ്ട്. അതിനുശേഷം നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും. റെസ്പോൺസിബിലിറ്റി ഉദ്ദേശിക്കുന്ന റെസ്പോൺസിബിലിറ്റി മീൻസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ടാസ്ക് ആൻഡ് ടു അച്ചീവ് ദ സ്പെസിഫിക് ഗോളാണ്. നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് അതോറിറ്റി ഈസ് ഗിവൺ ടു എ പേഴ്സൺ ഹി ഷുഡ് ഓൾസോ ബി മെയ്ഡ് റെസ്പോൺസിബിൾ. അപ്പോൾ അതോറിറ്റി ഒരു വ്യക്തി നൽകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി അവിടെ വരും. അധികാരം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സിമിലർലി ഇഫ് എ പേഴ്സൺ ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ എ ടാസ്ക്. അപ്പോൾ അധികാരം അപ്ലൈ ചെയ്യപ്പെടുന്നിട്ട് അദ്ദേഹത്തിന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിന് വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത്. സിമിലർലി ഇഫ് എ പേഴ്സൺ ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ ടാസ്ക് ഹി ഷുഡ് ബി ഗിവൺ എ സഫിഷ്യൻറ്റ് അതോറിറ്റി ഫോർ ഡൂയിങ് ദ വർക്ക് ആണ്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അധികാരവും നമ്മൾ ആ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. രണ്ടാമത് ചെയ്യാൻ 14 പ്രിൻസിപ്പിളിനകത്ത് 5 പറയുന്നത് അധികാരവും ഉത്തരവാദിത്വവും നൽകുക. അതിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ടോ? നോ മിസ്യൂസ് ഓഫ് അതോറിറ്റി. അതോറിറ്റി മിസ്യൂസ് ചെയ്യപ്പെടത്തില്ല. ക്ലിയർ ഡെഫിനിഷൻ ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ, മേലുദ്യോഗസ്ഥനും താഴെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ല റിലേഷൻ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്. ഇറ്റ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് എന്ത് അത്യാവശ്യമാണ്? ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഇറ്റ് മീൻസ് ഒബീഡിയൻസ് ടു റൂൾ ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ റൂൾ അനുസരിക്കുക, അത് നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ ഡിസിപ്ലിൻ കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ റൂൾ നിയന്ത്രിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഡിസിപ്ലിൻ വരുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് പറയുന്നത് സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ എൻ്റർപ്രൈസ് സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, നമ്മുടെ ഓർഗനൈസേഷനിലെ തൊഴിലാളികളുടെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കി, യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ദിസ് പ്രിൻസിപ്പിൾ ഇൻസിസ്റ്റ് ദാറ്റ് സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡർ ഫ്രം സുപ്പീരിയർ ഓൺലി. ഇപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓർഡർ സബോർഡിനേറ്റ് ഈ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് സബോർഡിനേറ്റ് ഷുഡ് റിസീവ് എ ഓർഡർ ഫ്രം ദ സുപ്പീരിയർ ഓൺലി. അപ്പോൾ സബോർഡിനേറ്റ്സിന് ഓർഡർ കിട്ടുന്നത് സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്.
ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ സബോർഡിനേറ്റ്സിന് എന്തില്ല, കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, തർക്കങ്ങളും അവർക്ക് ഡൗട്ടുകളും ഉണ്ടാകത്തില്ല. ഇറ്റ് ഓഫേഴ്സ് എ ഫോളോയിങ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടെങ്കിൽ താഴെ പറയുന്ന ബെനിഫിറ്റുകൾ കമ്പനിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, അവോയ്ഡ്സ് കൺഫ്യൂഷൻ റിഗാർഡിംഗ് വാട്ട് വർക്ക് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ. എന്ത് വർക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ട്, അവോയ്ഡ്സ് കോൺഫ്ലിക്റ്റ് അമംഗ് സുപ്പീരിയേഴ്സ്. സുപ്പീരിയേഴ്സ് തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം തന്ന ഓർഡർ വന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. മൂന്ന്, റെസ്പോൺസിബിലിറ്റി ഫോർ മിസ്റ്റേക്ക് ക്യാൻ ഈസിലി ബി ഫിക്സഡ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ ഏറ്റെടുക്കുകയും അപ്പോൾ അദ്ദേഹം ഇന്നയാൾ ആ മിസ്റ്റേക്ക് ഏറ്റെടുക്കണം എന്ന് ഉത്തരവാദിത്ത ആളാണ് ഏറ്റെടുക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കും. അങ്ങനെ മിസ്റ്റേക്ക് ആരാണ് വരുത്തുന്നത് വെച്ചാൽ ആ മിസ്റ്റേക്ക് വരുന്ന മേഖലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അടുത്ത, ലോയൽറ്റി ഓഫ് സബോർഡിനേറ്റ് ഈസ് നോട്ട് ഡിവൈഡഡ്. എല്ലാവരും തുല്യരായി കാണാം, ആരെയും ഡിവൈഡ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഡിസിപ്ലിൻ ക്യാൻ ബി മെയിൻറ്റെയിൻ. അച്ചടക്കം കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇതാണ് നാലാമത്തെ യൂണിറ്റ് ഓഫ് കമാൻഡോട് ഉദ്ദേശിക്കുന്നത്. അടുത്ത യൂണിറ്റ് ഓഫ് ഡയറക്ഷനാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഹാവിംഗ് സം ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കാനാണ് പറയുന്നത്. അടുത്തെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ നേടാൻ വേണ്ടി ഓരോ ഗ്രൂപ്പിന് ഒരു ആക്ടിവിറ്റി നൽകുകയാണ്. ദർ ഷുഡ് ബി വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ആ ഗ്രൂപ്പിനെല്ലാം കൂടെ ഒരു ഹെഡും ഒരു പ്ലാനും ആയിരിക്കും. അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ലോയൽറ്റി ആൻഡ് ഡിവോഷൻ എമംഗ്സ്റ്റ് ദ സബോർഡിനേറ്റ്. ഇപ്പോൾ വർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാനും ഡിവോഷൻ എമംഗ്സ്റ്റ് ദ സബോർഡിനേറ്റ്സ്. അതിൽ ഗ്രൂപ്പാണല്ലോ, അപ്പോൾ ആ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെല്ലാം കൂടെ അർപ്പണബോധത്തോടെ അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് തന്നേക്കുന്നത്. യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് കോർഡിനേഷൻ. എല്ലാവരും എന്ത് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യാനും കഴിയും, എല്ലാവരും സംഘാടനം നടത്താനും കഴിയും. നോ ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഒരാൾ ചെയ്ത വർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആൾക്കാർ ചെയ്യുന്ന ലെവലിലേക്ക് വരത്തില്ല. ഓവർലാപ്പിംഗ് ഓഫ് വർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് യൂണിറ്റ് ഓഫ് കമാൻഡ് കൊണ്ട് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് ആണ്. ഫയോൾ സേസ് ദാറ്റ് ബിസിനസ് എന്റർപ്രൈസ് ഈസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ. നമുക്കറിയാം ഫയോൾ പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസ് എപ്പോഴും സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ ആണ്. സുപ്പീരിയറിൽ നിന്ന് താഴെയുള്ള ഇൻഡിവിജ്വൽ എന്നിലേക്കാണ് പോകുന്നത്. ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് പ്രിവെയിൽ ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ വ്യക്തി താല്പര്യത്തിനേക്കാൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോളാണ്. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തി താല്പര്യത്തിനുള്ള പ്രാധാന്യമില്ല, അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോളാണ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ കോർഡിനേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾ. ഇൻഡിവിജ്വലും വ്യക്തികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വ്യക്തികൾ തമ്മിലുള്ള കോർഡിനേഷൻ, സംഘാടനവും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ്. അത് ഒരു അല്ലെങ്കിൽ അതിനെ കോർഡിനേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ. ഇൻഡിവിജ്വലിനെയും ഓർഗനൈസേഷണൽ ഗോളിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് പറയുന്നത്. അടുത്ത, റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണലാണ്. ദ റെമ്യൂണറേഷൻ ഓഫ് വർക്ക് ഡൺ മസ്റ്റ് ബി ഫെയർ ആൻഡ് റീസണബിൾ. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കെല്ലാം കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഫെയർ ആയിരിക്കും, ന്യായമായിരിക്കും, റീസണബിൾ ആയിരിക്കും. ന്യായമായ കൂലിയാണ് എല്ലാവർക്കും നൽകേണ്ടതെന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മീൻസ് ഓഫ് മോട്ടിവേഷൻ ഓഫ് ദ എംപ്ലോയീസ്. അപ്പോൾ അവർക്ക് ന്യായമായ വേതനം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യുകയും കമ്പനിയിൽ അവർ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയും എംപ്ലോയീസ് അവിടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ബെനിഫിറ്റ്സ് സ്മൂത്ത് വർക്കിംഗ് ആണ്. റെമ്യൂണറേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് ന്യായമാണെങ്കിൽ സ്മൂത്തായിട്ട് കമ്പനി വർക്ക് ചെയ്യും, അവർ സമരമൊന്നും ഉണ്ടാക്കത്തില്ല. കമ്മിറ്റ്മെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നല്ല ആത്മാർത്ഥത ഉണ്ടാവും. ഇതാണ് റെമ്യൂണറേഷൻ ഓഫ് പേഴ്സൺ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം ന്യായമായ കൂലി എല്ലാവർക്കും, വേജസ് അല്ലെങ്കിൽ സാലറി എല്ലാവർക്കും തുല്യമായി നൽകാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനാണ്. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് വൺ പ്ലേസ്, അതായത് ടോപ്പ് ലെവൽ. ഓൺ ദ അതർ ഹാൻഡ്, ടോപ്പ് ലെവലിൽ നിന്ന് എന്ത് ചെയ്യണം, അതർ ഹാൻഡ് ലോവർ ലെവലിലേക്ക് അതോറിറ്റി, അധികാര വികേന്ദ്രീകരണമാണ് നമ്മൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച സെൻട്രലൈസേഷനാണ്, ആണ് സെൻട്രലൈസേഷൻ പറയുന്നത്. ടോപ്പ് ലെവലിൽ മാത്രം അധികാരം കേന്ദ്രീകരിച്ചാൽ അത് സെൻട്രലൈസേഷൻ ആണ്. ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യണം, അതോറിറ്റി മൂവ് ടു ഡൗൺ വൈഡ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ്. നമ്മൾ അധികാരം സബോർഡിനേറ്റ്സിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ അധികാരം ടോപ്പ് ലെവലിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ അത് സെൻട്രലൈസേഷനും, അധികാരം വികേന്ദ്രീകരണം നടത്തിയാൽ അധികാരം ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ അത് ഡീസെൻട്രലൈസേഷനാണ്. ക്ലിയർ ആണല്ലോ. ഫയോൾ is of the opinion that organization should try to achieve a balance between centralization and decentralization. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷനകത്ത് ഫയോൾ പറയുന്നത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും
ഒരുമിച്ചൊരു ഓർഗനൈസേഷൻ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. സെൻട്രലൈസേഷൻ കൂടാൻ പാടില്ല, അതായത് ഒരു വ്യക്തി കേന്ദ്രീകൃതമാകാൻ പാടില്ല, എന്നാൽ ഡീസെൻട്രലൈസേഷൻ കൂടാനും പാടില്ല. അപ്പം അങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സ്കാലാർ ചെയിൻ. 9ാമത്തെ പോയിന്റ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ചെയിൻ ഓഫ് സുപ്പീരിയർ റേഞ്ചിങ് ഫ്രം ദ ultimate authority to the lowest level in the organization without a broken line. സ്കാലാർ ചെയിൻ ഇത്രയേ ഉള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു ചെയിൻ ഓഫ് സുപ്പീരിയർ റേഞ്ചിങ് ഫ്രം ultimate authority to the lowest level organization without a broken line. അത് ടോപ്പ് ലെവലിലിരിക്കുന്ന സുപ്പീരിയർക്ക് മുതൽ ലോവസ്റ്റ് ലെവലിലുള്ള സബോർഡിനേറ്റ്സിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതോറിറ്റി മൂവിങ് ആണ്, അതോറിറ്റി റേഞ്ചിങ് ആണ് എന്ത് കാണിക്കുന്നത്, സ്കാലാർ ചെയിൻ കാണിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രണ്ട് പേർക്കും കഴിയണം. അതായത് ടോപ്പ് ലെവലിലിരിക്കുന്ന ടോപ്പ് എക്സിക്യൂട്ടീവ്സും ലോവർ ലെവലിലിരിക്കുന്ന എംപ്ലോയിക്കും എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. വിത്തൗട്ട് എ ബ്രോക്കൺ ലൈൻ, ഒരു ഇതുമില്ല. അങ്ങനെ നമുക്ക് മെസ്സേജുകൾ കൊടുത്താലും ഇൻഫർമേഷൻ കൊടുത്താലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ദിസ് സ്റ്റേറ്റ്സ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പം സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതാണ് സ്കാലാർ ചെയ്തത്. അല്ലാതെ മേലുദ്യോഗസ്ഥനും താഴെ വർക്ക് ചെയ്യുന്നതിനും തമ്മിലുള്ള ഈഗോ വന്നു കഴിഞ്ഞാൽ കമ്പനിക്കകത്ത് എന്ത് ചെയ്യും, അവിടെ പ്രശ്നങ്ങൾ, ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാഷ് ഉണ്ടാവാതിരിക്കണം. അതാണ് സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യണം. സ്കാലാർ ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബെനിഫിറ്റ്സ് ഉണ്ടോ, സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സ്കാലാർ ചെയിൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം സ്മൂത്ത് ആയിട്ട് നടക്കും. യൂണിറ്റി ഓഫ് കമാൻഡ് എൻഷ്യൂർഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് നമുക്കറിയാം, അത് ഉറപ്പുവരുത്താൻ, യൂണിറ്റി ഓഫ് കമാൻഡ് ഉറപ്പുവരുത്താൻ കഴിയും. അഡീഷണൽ ആയിട്ട് ഗാങ് പ്ലാങ്ക് എന്താണെന്ന് പറയുന്നത്, സ്കാലാർ ചെയിൻ ഈസ് എസെൻഷ്യൽ ടു എൻഷ്യൂർ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ സ്കാലാർ ചെയിൻ എസെൻഷ്യൽ ആണ്. ഏതിനൊക്കെയാണ്? യൂണിറ്റി ഓഫ് കമാൻഡിനും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും എന്ത് ആവശ്യമാണ്, സ്കാലാർ ചെയിൻ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് ഹാസ് ദ ഫോളോയിങ് ലിമിറ്റേഷൻ. ഇതിന് താഴെ പറയുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആണ്. ഏതാ ഈ സ്കാലാർ ചെയിൻ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. രണ്ട്, ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഡിസ്റ്റോർഷൻ മെസ്സേജ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. അതായത് ഒരാളിൽ നിന്ന് മെസ്സേജ് അടുത്ത താഴെ ലെവലിലേക്ക് എത്തുമ്പോൾ അത് എന്ത് ചെയ്യാം, അതിനകത്ത് ചോർച്ചയൊക്കെ ഉണ്ടാവും, പറഞ്ഞായിരിക്കത്തില്ല, കറക്റ്റ് കണ്ടന്റ് ആയിരിക്കത്തില്ല താഴത്തെ ലെവലിലേക്ക് വരുന്നത്. അതാണ് ഡിസ്റ്റോർഷൻ ഓഫ് മെസ്സേജ് വരാൻ സംഭവിക്കാം എന്ന് പറയുന്നത്. In order to avoid this time limitation, ഈ ടൈം ലിമിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൻറി ഫയോൾ സജസ്റ്റഡ് ഷോർട്ട് കട്ടിംഗ് ദ ചെയിൻ ഓഫ് കമാൻഡ് വെയർ എമർജൻസി ഡിസിഷൻ ആർ ടു ബി ടേക്കൺ. ദിസ് പ്രോസസ് ഈസ് കാൾഡ് എ ഗാങ് പ്ലാങ്ക്. അപ്പോൾ എമർജൻസി ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗാങ് പ്ലാങ്ക് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എമർജൻസി സിറ്റുവേഷനകത്ത് നമ്മളവിടെ ഒരു ഗ്രാഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാഫ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഗ്രാഫിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ടോപ്പ് ലെവലും ലോവർ ലെവലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഗാങ് പ്ലാങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഗാങ് പ്ലാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് എ പേഴ്സൺ ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് വിത്ത് പേഴ്സൺ ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഹു ഹോൾഡ് സെയിം പൊസിഷൻ. ഒരേ പൊസിഷനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഗാങ് പ്ലാങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ള നേട്ടമായിട്ട് പറയുന്നത്. ഇത് എബോ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്. മെമ്പേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആണ് നമ്മൾ ആ ഗ്രാഫിനകത്ത് കാണിക്കും. ക്യാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് വിത്ത് മെമ്പർ ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ അതിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനും മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഗാങ് പ്ലാങ്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള നേട്ടം. പിന്നെ എമർജൻസി മാറ്റർ അറൈസ്. ഒരു എമർജൻസി മാറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ഓർഡറാണ്. This principle is based on the general saying that have a place for everything and keep everything in its place. According to Fayol, order have two components ആണ്. അപ്പോൾ ഓർഡർ രണ്ട് രീതിയിൽ വരാമെന്നാണ് പറയുന്നത്. ഒന്ന് സോഷ്യൽ ഓർഡർ ഫോർ പീപ്പിൾ, അതായത് നമുക്ക് സമൂഹത്തിന് വേണ്ടിയുള്ളതാവാം. ഒന്ന് മെറ്റീരിയൽ ഓർഡർ, കമ്പനിക്കകത്തുള്ളതാവാം. അപ്പോൾ ഇവിടെ ഹിൻഡൻസ് ഇൻ ആക്ടിവിറ്റീസ്. ബെനിഫിറ്റ്സ് ഇതാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങളില്ലാതെ പോകും. ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. നമ്മുടെ ഉൽപ്പാദനക്ഷമതയും കാര്യപ്രാപ്തിയും എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ഇക്വിറ്റിയാണ്, തുല്യരായി കാണുക എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്നെസ് ആണ്. അപ്പോൾ ദയ ഉണ്ടാവണം, എല്ലാവർക്കും കരുണ ഉണ്ടാവണം എന്നൊക്കെയുള്ള രീതിയാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സുപ്പീരിയർ ഷുഡ് ഇമ്പാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദെയർ സബോർഡിനേറ്റ്സ്. അതായത് നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സിനോടുകൂടി പക്ഷപാതപരമായി ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് എൻഷുർ ഹെൽത്തി ഇൻഡസ്ട്രിയൽ റിലേഷൻ. അങ്ങനെ പക്ഷപാതപരമായി ഇടപെടരുത്, ഈക്വൽ ആയിരിക്കണം, എല്ലാവരെയും തുല്യരായി കാണും. അങ്ങനെ വരുമ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്തി ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്പനിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ആരുമായിട്ടും എന്തില്ല, പ്രത്യേകിച്ച് ആരെയും പ്രത്യേക താല്പര്യം ആരോടും ഇല്ല, എല്ലാവരും തുല്യരാണ്. അങ്ങനെ വരുമ്പോൾ കമ്പനിയിൽ എന്തില്ല, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവത്തില്ല. ഒരു ഹെൽത്തി ഇൻഡസ്ട്രിയൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞേക്കുന്നത് എൻഡ്യൂർ റോയൽറ്റി ആൻഡ് ഡിവോഷനാണ്. ബെനിഫിറ്റ്സ്. ഓക്കെ, അടുത്ത സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് ദ പേഴ്സൺ ആണ്.
ഫയോൾ സ്റ്റേറ്റ്സ് ദാറ്റ് എംപ്ലോയീസ് ഷുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം ദെയർ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. ഒരു തൊഴിലാളിയും പെട്ടെന്ന് നമ്മളൊരു പൊസിഷന് വേറെ പൊസിഷനിലേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി എടുത്ത് നമ്മൾ പറയുന്നത് നാളെ വന്ന് നീ എന്ത് ചെയ്യും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിയുടെ നമ്മൾ പോയി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പറയുന്നത്. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എംപ്ലോയിയെ ചേഞ്ച് ചെയ്യരുതെന്നാണ് പറയുന്നത്. എംപ്ലോയി കനോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി അൺലെസ് ജോബ് സെക്യൂരിറ്റി ഈസ് അസ്യൂംഡ് ടു. അതായത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയിക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ജോബ് സെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യും, ജോബ് സെക്യൂർ ആണോ എന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് വരും. ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നാളെ നമ്മളെ പറഞ്ഞു വിടുമെന്ന് ഫീൽ ചെയ്യും. റെഡ്യൂസിങ് ദ ടേൺ ഓവർ ഓഫ് പേഴ്സണൽ വിൽ റിസൾട്ട് മോർ എഫിഷ്യൻ്റ്ലി. അപ്പം നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടേൺ ഓവർ നമുക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചാൽ, അതായത് റെഡ്യൂസിങ് ദ ടേൺ ഓവർ ഓഫ് പേഴ്സണലിൻ്റെ ടേൺ ഓവർ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് മോർ എഫിഷ്യൻ്റ്, അവരെ കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ലെസ് എക്സ്പെൻസ്. അങ്ങനെ നമുക്കുള്ള കമ്പനിക്കകത്ത് കുറയ്ക്കാം. അതായത് നമുക്കുള്ള എംപ്ലോയീസിനെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ടേൺ ഓവർ, എംപ്ലോയീസ് ടേൺ ഓവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എംപ്ലോയി ടേൺ ഓവർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രൈവർ ടേൺ ഓവർ, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് വർക്കേഴ്സാണ്. അപ്പോൾ വർക്കേഴ്സ് സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഇനിഷ്യേറ്റീവാണ് ദ പവർ ഓഫ് തിങ്ക്. അവർക്ക് തിങ്ക് ചെയ്യാനുള്ള സമയം നൽകണം, ആർക്ക്, തൊഴിലാളികൾക്ക്. അതാണ് ഇവിടെ പവർ ഓഫ് തിങ്ക് ഉദ്ദേശിക്കുന്നത്. ടു ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ട് എ പ്ലാൻ ഈസ് കളക്റ്റീവ്ലി റെഫർഡ് ടു ആസ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ തൊഴിലാളികൾ നമ്മൾ പറയുന്നതെല്ലാം നടത്തണമെന്നുകൊണ്ടല്ല, പവർ ഓഫ് തിങ്ക്, അവർക്ക് തിങ്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ട് എ പ്ലാൻ കളക്റ്റീവ്ലി റെഫർഡ് ടു ആൻ ഇനിഷ്യേറ്റീവ്. അവർക്ക് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനും അത് കമ്പനിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നൽകണമെന്നുള്ളതാണ് പറയുന്നത്. ആണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. പീപ്പിൾ ഷുഡ് ബി അലൗഡ് ടു ഫ്രീഡം ടു പ്രപ്പോസ് ആൻഡ് എക്സിക്യൂട്ട് ഐഡിയ അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം, ഫ്രീഡം കൊടുക്കണം. അവർക്ക് അഭിപ്രായങ്ങൾ പറയാനും ആ ഐഡിയാസ് കമ്പനി നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ എല്ലാ ലെവലിലും, ടോപ്പ് ലെവലും മിഡിൽ ലെവലും എല്ലാ ലോവർ ലെവലിലും എല്ലാം നൽകണമെന്നാണ് പറയുന്നത്. ടു ക്രിയേറ്റ് എ മോട്ടിവേഷൻ എമംഗ് ദ എംപ്ലോയീസ്. ഇത് എംപ്ലോയീസിനിടയിൽ എന്ത് ചെയ്യും, മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് അതാ, കമ്മിറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസ് കമ്മിറ്റഡ് ആവും. പിന്നെ ക്രിയേറ്റിവിറ്റി എമംഗ് എംപ്ലോയീസ്, എംപ്ലോയീസിന് ക്രിയേറ്റിവിറ്റി, നല്ല ഭാവനാ സൃഷ്ടികളെ കൊണ്ടുവരും, പുതിയ ഐഡിയാസൊക്കെ മാനേജർ കണ്ടുപിടിക്കുന്ന മുന്നേ തൊഴിലാളികൾ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫ്രീഡം നൽകണം എന്നുള്ളതാണ് ഇനിഷ്യേറ്റീവ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എസ്പിരിറ്റ് ഡീകോപ്സ് ആണ് യൂണിയൻ സ്ട്രെങ്ത്, എല്ലാവരെയും ഐക്യത്തോടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദിസ് റെഫേഴ്സ് ടു എ ഹാർമണി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ മെമ്പേഴ്സിനെ എല്ലാം നമ്മൾ തുല്യരായി കണ്ട് ഒരു യൂണിയൻ സ്ട്രെങ്ത് എന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക, ഐക്യമത്യം മഹാബലം എന്നുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വേണം പോകാൻ. മാനേജ്മെൻറ്റ് ഷുഡ് ട്രൈ ടു മെയിൻറ്റെയിൻ ടീം സ്പിരിറ്റ് ആൻഡ് കോപ്പറേറ്റ് എമംഗ് ദ എംപ്ലോയീസ്. ടീം സ്പിരിറ്റ്, എല്ലാവരെയും തുല്യരായി, കാരണം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അപ്ലൈ ചെയ്യരുത്, കാരണം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. യൂണിയൻ സ്ട്രെങ്ത്, നിങ്ങളെല്ലാവരും കമ്പനിയുടെ ഭാഗമാണ്, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തെങ്കിലേ കമ്പനി വിജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും തുല്യരായി കോപ്പറേറ്റീവായിട്ട്, അതായത് എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തോടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യൂണിയൻ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് പറഞ്ഞേക്കുന്നുണ്ടോ, എൻഷുർ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. സഹകരണവും സഹവർത്തിത്വവും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പം കഴിയും. എൻഷുർ മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസം, എനിക്ക് അവൻ പാര വെക്കില്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളിയാണ്, കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയാണ് അവനും ഞാനും പ്രവർത്തിക്കുന്നത്, അങ്ങനെ പരസ്പരം പാര വെക്കില്ല, അല്ലെങ്കിൽ മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരം ഒരു വിശ്വാസ്യത ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ് ഫയോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ, ഡൗട്ടുകളൊന്നുമില്ലല്ലോ? ഓക്കെ.